വീൽസ് ഓൺ റോഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രീമിയർ പെറ്റ്നി എന്ന കാറാണ്. The truth will break your chains. We have the key. Open your eyes and see. We are the ones who know the answers, and they ain't never gonna hold us back. The sea is rising like we dance. പ്രീമിയർ പെറ്റ്നി പ്രീമിയർ ഓട്ടോമൊബൈൽസ് എന്ന ഇന്ത്യൻ കമ്പനിയുടെ ഇന്ത്യൻ നിർമ്മിത കാറാണ് പ്രീമിയർ പെറ്റ്നി. പ്രീമിയർ ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എന്ന ഇന്ത്യൻ കമ്പനി 1953 ഇറ്റാലിയൻ കമ്പനിയായ ഫിയറ്റുമായി സംയോജിച്ച് കാറുകൾ നിർമ്മാണം ആരംഭിച്ചു. അവർ 1953 ആദ്യമായി മില്ലിസെൻറ്റോ എന്ന ഫിയറ്റിൻ്റെ ഒരു മോഡൽ നിർമ്മിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് 1957 ആയപ്പോഴത്തേക്കും മില്ലിസെൻറ്റോയുടെ തന്നെ വേറൊരു ചെറിയൊരു ചേഞ്ചൊക്കെ വരുത്തി ഒരു എലിഗൻറ്റ് എന്നുള്ളൊരു ഫിയറ്റ് ഇറക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് 59 ആയപ്പോഴത്തേക്കും അവർ മില്ലിസെൻറ്റോയുടെ തന്നെ ഒരു സെലക്ട് എന്ന മോഡൽ ഇറക്കുകയുണ്ടായി. അത് വ്യത്യാസമെന്ന് വെച്ചാൽ അതിനൊരു ഫിൻ ടെയിലും കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതിലുള്ള വ്യത്യാസം. 61 ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി സൂപ്പർ സെലക്ട് എന്ന ഒരു മോഡലായി ഇറക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് 1964 ആയതോടുകൂടി നമ്മളോടൊപ്പമുള്ള ഇന്ന് പ്രീമിയർ കമ്പനിയുടെ ആദ്യ രൂപമായ ഫിയറ്റ് 1100 ഡിലൈറ്റ് എന്ന മോഡൽ ഇറക്കുകയുണ്ടായി. ഇത് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച മോഡലാണ്. അങ്ങനെ ഇരിക്കെ 1970 ആയപ്പോഴത്തേക്കും ഒരു റൂൾ വന്നു. അതായത് വിദേശ സാധനങ്ങളെല്ലാം ബഹിഷ്കരിച്ച് ഇന്ത്യൻ സാധനങ്ങൾ മാത്രം ഇന്ത്യയിൽ നിർമ്മിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് നമ്മുടെ ഈ ഫിയറ്റ് 1100 ഡിലൈറ്റ് 1973 പ്രീമിയർ പ്രസിഡൻ്റായി മാറിയത്. അത് കഴിഞ്ഞ് ഒരു കൊല്ലത്തിന് ശേഷം, അതായത് 1974 ആയപ്പോഴേക്കും നമ്മളോടൊപ്പമുള്ള ഇന്നത്തെ പ്രീമിയർ പെറ്റ്നിയുടെ വരവായി. അതിൽ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മുടെ ഫിയറ്റ് 1100 ഡിലൈറ്റിൻ്റെ ഇന്ത്യൻ പതിപ്പാണ്, ഇന്ത്യൻ പേരിലുള്ള ഒരു കാറാണ് പ്രീമിയർ പെറ്റ്നി എന്നത് മാത്രമാണ് അതിലുള്ള വ്യത്യാസം. അതിലുള്ള ഗ്രില്ലിലൊക്കെ ചെറിയൊരു വ്യത്യാസം വന്നതല്ല ഒഴിച്ച് വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഈ പ്രീമിയർ പെറ്റ്നി എന്ന കാർ 1974 മുതൽ 2000 വരെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന ഒരു മോഡലാണ്. അതിൽ പെട്രോളും ഡീസലും വെർഷനുകളുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ വ്യത്യസ്തമായ പല പല മോഡലുകളുണ്ട്. അതിൽ പെട്രോൾ കാറാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. അത് 1974 മുതൽ 1997 വരെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ പല പല വേരിയൻറ്റുകളുണ്ട്. അതിൽ ചിലതൊക്കെ നമുക്കിന്ന് പരിചയപ്പെടാം. നേരത്തെ പറയുകയുണ്ടായിരുന്നല്ലോ, 1974 പ്രീമിയർ പെറ്റ്നി എന്ന മോഡൽ ഇറക്കുകയുണ്ടായി. അത് 1977 ആയതോടുകൂടി അതിൽ ഡ്യുവൽ ടോൺ കളറോടുകൂടി പ്രീമിയർ പെറ്റ്നി സ്പെഷ്യൽ എന്ന മോഡൽ ഇറക്കുകയുണ്ടായി. 1980 ആയതോടുകൂടി അവർ സ്റ്റാർലൈൻ എന്നൊരു കമ്പനിയുമായി സംയോജിച്ച് സഫാരി എന്നൊരു മോഡൽ ഇറക്കുകയുണ്ടായി. 1983 അവർ പ്രീമിയർ പെറ്റ്നി ഡീലക്സ് എന്നൊരു മോഡൽ ഇറക്കുകയുണ്ടായി. അതിൽ ബാഹ്യഭാഗത്ത് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയറിലാണ് അതിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. ഫ്രണ്ടിലുള്ള ബക്കറ്റ് സീറ്റാക്കി മാറി. അതിൽ പ്ലാറ്റ്ഫോം ഗിയർ ഉണ്ടായിരുന്നു, സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ബാക്കിലത്തെ സീറ്റിൽ ആഷ്ട്രേ, 2 ഡോറിലും ആഷ്ട്രേയും കൂടെ വന്നു. ഇത്രയുമാണ് ഒരു വ്യത്യാസമായി വന്നത്. അടുത്ത വ്യത്യാസം വരുന്നത് 1987 പ്രീമിയർ പെറ്റ്നി ഡീലക്സ് ബി എന്ന മോഡൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ള ഈ മോഡൽ ഇറക്കുകയുണ്ടായി. അതിൽ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ എൻജിൻ ഹൈ കംപ്രഷൻ എൻജിനാക്കി മാറ്റി. അതിൽ വരുന്ന എയർ ഫിൽറ്റർ മുമ്പ് ഓയിൽ ഫിൽറ്റർ ആയിരുന്നു, അത് പേപ്പർ ഫിൽറ്ററാക്കി മാറ്റി. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഡോറിൽ ക്വാർട്ടർ ഗ്ലാസ് ഉണ്ടായിരുന്നത് എടുത്ത് മാറ്റി, അത് പ്ലെയിൻ ഒറ്റ ഗ്ലാസ്സായി മാറി. പിന്നെ റിവേഴ്സ് ലാമ്പ് വെച്ചു. ഇതിത്രയുമാണ് അതിൽ പറയത്തക്ക വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ 1992 ആയപ്പോഴത്തേക്കും ഫിയറ്റ് ബാക്കിയുള്ള കാറുകളുടെയൊക്കെ കിടപിടിക്കാനായിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി.
അവർ കമ്പനി ഫിറ്റഡ് AC ഫിറ്റ് ചെയ്തു, ടിൻഡഡ് ഗ്ലാസ് ഫിറ്റ് ചെയ്തു. അന്ന് ആ കാലങ്ങളിൽ ഇറങ്ങിയ പ്രീമിയർ 100 NEയുടെ സിങ്ക്രമൈസ് പ്ലാറ്റ്ഫോം ഗിയർ ആഡ് ചെയ്തു. ഇതെല്ലാം കൂടെ ആയിട്ടുള്ളൊരു ടോപ്പ് എൻഡ് മോഡലിൽ ആ കാലത്ത് വില വന്നിരുന്നത് 2.5 ലക്ഷം രൂപയാണ്. ഇത്രയും വില കൂടിയത് കാരണം ആ കാലത്ത് വില കുറച്ച് ഒരു മോഡൽ കൂടെ അവർ ഇറക്കി, എക്കണോമി മോഡൽ എന്നുള്ളൊരു മോഡൽ. ആ മോഡലിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലേറ്റിങ്സ് എല്ലാം മാറ്റി പെയിൻറ്റിങ് ആക്കി വന്നു. ഗ്രില്ലിലും ബമ്പറിലും എല്ലാം ഉള്ള പെയിൻറ്റിങ്സ് ഒക്കെ ആയി മാറി. പിന്നെ ഇൻറ്റീരിയറിൽ ഫാബ്രിക് സീറ്റായിട്ട് മാറ്റി, ലെതർ സീറ്റ് എന്നുള്ളത് ഫാബ്രിക് സീറ്റായിട്ട് മാറി. ഇത്രയുമൊക്കെ മാറ്റങ്ങൾ വരുത്തി നല്ലൊരു വിലയും ചേഞ്ച് വന്നിട്ട് ആ ഒരു മോഡൽ ഇറക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ 1995 ആയപ്പോഴത്തേക്കും പ്രീമിയർ പെപ്നി S1 എന്നൊരു മോഡൽ ഇറക്കുകയുണ്ടായി. ഹൈ ടൂൺഡ് എഞ്ചിനായിരുന്നു അത്. 40 bhp തരുന്നൊരു എഞ്ചിനായിരുന്നു. അതിൽ സിങ്ക്രമൈസ് ഗിയർ ബോക്സോടുകൂടിയാണ് ഇറക്കിയിരുന്നത്. ഈ മോഡൽ 1997 വരെ ഉണ്ടായിരുന്നു. അതോടുകൂടി നമ്മുടെ ഈ പെട്രോൾ വെർഷൻ അവസാനിക്കുകയുണ്ടായി. ഈ പ്രീമിയർ പെപ്നി പണ്ട് മുതലേ പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് ഉപയോഗിച്ച് പോകുന്നത്. നമുക്കറിയാവുന്ന ഫിലിം സ്റ്റാർസുകൾ, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അങ്ങനെ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരും ബിസിനസ് ആൾക്കാരും ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. ഒരു എക്സിക്യൂട്ടീവ് കാറായിട്ടാണ് ഈ പ്രീമിയർ പെപ്നി പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ നാട്ടിൽ ഈ കാർ ടാക്സിയായിട്ട് ഉപയോഗിക്കുന്നത് വളരെ ചുരുക്കമായിരുന്നു. അതേസമയം ബോംബെ സിറ്റിയിൽ കംപ്ലീറ്റ് ടാക്സികളും നമ്മളെ ഈ പ്രീമിയർ പെപ്നി ആയിരുന്നു ഒരു കാലത്ത്. 80 കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ പ്രീമിയർ പെപ്നി പ്രമുഖ റാലികളിലെല്ലാം വിജയം കൈവരിച്ചിട്ടുള്ള ഒരു വാഹനമാണ്. അക്കാലങ്ങളിലുള്ള എല്ലാ റാലികളിലും പ്രീമിയർ പെപ്നി സജീവമായി പങ്കെടുത്തിരുന്നു. എല്ലാത്തിലും വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കിയാലോ. ഈ കാർ വന്നിട്ട് ഒരു 4 സീറ്റർ സല്യൂട്ട് മോഡൽ കാറാണ്. ഇത് 60 കാലഘട്ടങ്ങളിലുള്ള മോഡലാണ്. എന്നിരുന്നാൽ തന്നെയും 2000 വരെ നിലനിന്ന് പോയത് തന്നെ വളരെ അതിശയമായി തോന്നുന്നു. ഇതൊരു ക്ലാസിക് ലുക്കായിട്ടുള്ള ഒരു കാറാണ്. നമുക്കിപ്പോൾ ആൾക്കാരെല്ലാം കളക്ട് ചെയ്യുന്ന ഒരു മോഡലാണ് ഈ പ്രീമിയർ പെപ്നി. നമുക്ക് ആ ബീഡിങ് എല്ലാം നല്ലൊരു ക്ലാസിക് ലുക്ക് തരുന്നുണ്ട്. അത്യാവശ്യം എയറോഡൈനാമിക് ഷേപ്പൊക്കെ ഉള്ള ഒരു മോഡലാണ് ഇത്. ഇതിൻ്റെ പിറകിൽ ഒരു ഫിൻ ടൈൽ രീതിയിലുള്ളൊരു ബാക്കാണ് ഇതിൽ വരുന്നത്. പിന്നെ ഡോറുകളെല്ലാം വിശാലമായ ഡോറുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇൻറ്റീരിയർ ഒന്ന് തുറന്നു നോക്കിയാലോ. ഇതിൽ 4 പേർക്ക് സുഖമായി ഇരിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ കാർ. നല്ല രീതിയിൽ ഇരിക്കാൻ ലെഗ് സ്പേസൊക്കെ ഉള്ളൊരു മോഡലാണ്. ഇതിൽ പണ്ട് കാലങ്ങളിൽ AC ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നമ്മുടെ ഈ ക്വാർട്ടർ ഗ്ലാസ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ACയുടെ എഫക്റ്റായിട്ട് കൂളിംഗ് കാറ്റ്, വെളിയിൽ നിന്നുള്ള നല്ല തണുത്ത കാറ്റ് അകത്ത് ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്വാർട്ടർ ഗ്ലാസ് നിർമ്മിച്ചിരുന്നത്. അനായാസം ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റിയറിംഗ് ആണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, പുതിയ മോഡലിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് സ്പീഡോമീറ്റർ, ക്ലോക്ക്, വാർണിംഗ് ലൈറ്റ്സ്, ടെമ്പറേച്ചർ, പെട്രോൾ ഗേജ് എന്നിവയെല്ലാം കാണാം. ഇതിൻ്റെ നൈറ്റ് വിഷനാണ് നമ്മൾ ഈ കാണുന്നത്. പഴയ കാലത്തുള്ള രീതിയിലാണ് ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച് വരുന്നത്. ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നത് നമ്മുടെ സീറ്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്. നമ്മൾ ഈ കാണുന്നതാണ് ഹാൻഡ് ബ്രേക്ക്. നമുക്ക് ഇതിൻ്റെ ഡിക്കി ഒന്ന് നോക്കിയാലോ. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ആണ് ഇതിൽ ഉള്ളത്. ഇതിൽ ഡിക്കിയിൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ സ്റ്റെപ്പിനി എല്ലാം വരുന്നത്. ഇതിൻ്റെ ടയറൊക്കെ സാധാരണയായി നൈലോൺ ടയറാണ് വന്നുകൊണ്ടിരുന്നത്. പ്രീമിയർ പെപ്നിയുടെ എൻജിൻ ഫീച്ചേഴ്സ് ഒന്ന് നോക്കിയാലോ. ഇത് 1.1 ലിറ്റർ സ്ട്രെയിറ്റ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനും ഇതിൻ്റെ ട്രാൻസ്മിഷൻ വന്നിട്ട് 4 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുമാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു റെയർ വീൽ ഡ്രൈവ് കാറാണ്. ഇതിനൊരു പവർ 42 bhp അറ്റ് ദി റേറ്റ് 4800 RPM ലഭിക്കുന്നുണ്ട്. ഒരു ടോപ്പ് സ്പീഡ് 120 km/h ലഭിക്കുന്നുണ്ട്. മൈലേജ് ഒരു 15 km/ലിറ്റർ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഇതിൻ്റെ എൻജിൻ ഐഡ്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചാലോ.
എക്സോസ്റ്റ് നോട്ട് ഒന്ന് ശ്രദ്ധിച്ചാലോ? ഇനി ഒരു റൈഡ് ആയാലോ? ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. നന്ദി.